മഹാരാഷ്ട്രയിൽ 12ാം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്കിടെ കൂട്ടക്കൊപ്പേടി. സംഭവത്തിൽ ഇൻവിജിലേറ്റർമാരടക്കം 23 പേർക്കെതിരെ കേസെടുത്തു. സംഭാജി നഗറിലെയും ജൽനയിലെയും കോപ്പിയടിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തായി. വീടിൽ രക്ഷിതാക്കൾ ഉത്തരം കൈമാറുന്ന ദൃശ്യങ്ങൾ ഡ്രോൺ ക്യാമറയിൽ പതിയുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ക്ലാസ് മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി രക്ഷിതാക്കളൊക്കെ അടുത്ത് വന്ന് നിന്ന് ഉത്തരമൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുന്നത് കൂടെ ഇരുന്ന് എഴുതുന്നുണ്ടോ ആരോ. അപ്പോൾ അങ്ങനെ എഴുതിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ക്ലാസ് മുറിക്കകത്ത് ഇൻവിജിലേറ്റർമാർ എന്ന് പറയുന്ന സംവിധാനം സാധാരണ ഈ പരീക്ഷ നടത്തുമ്പോൾ ഒരാൾ ഉണ്ടാവാറുണ്ട്. അവരെ കാണാനില്ല. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പുസ്തകവും ഒക്കെ ആയിട്ടാണ് അകത്ത് കയറിയെന്ന് തോന്നുന്നു. അകത്ത് കയറി അവർക്കുള്ള ചോദ്യമൊക്കെ എടുത്ത് ഉത്തരവൊക്കെ പറഞ്ഞു കൊടുക്കുന്ന CCTV ദൃശ്യങ്ങളൊക്കെയാണ്. ഏതോ ഇൻവിജിലേറ്റർ വന്നപ്പോഴത്തേക്ക് ഓടി കുട്ടികളൊക്കെ അങ്ങോട്ട് പോകുന്നൊക്കെയുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീനാഥ്, ഒരുപക്ഷെ പരീക്ഷാ ഹാളിനകത്ത്, അങ്ങനെ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല, പരീക്ഷാ ഹാളിനകത്ത് പരീക്ഷ എഴുതുന്ന കുട്ടികൾ പണ്ട് ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഉത്തരം പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നല്ലോ എന്ന്. ഇതങ്ങനെ സ്വപ്ന സമാനമായ രീതിയിൽ എക്സാം ഹാളിനകത്തേക്ക് ആൾ കയറുന്നു, ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു, ഒരു കുഴപ്പമില്ല. കൂൾ. ശ്രീനാഥ്. തീർച്ചയായും മഹാരാഷ്ട്രയിൽ ഈ 12ാം തരം പരീക്ഷ തുടങ്ങി എന്ന് നമ്മളൊക്കെ അറിയുന്നത് പലപ്പോഴും കോപ്പിയടി വാർത്തകൾ ശ്രദ്ധിക്കുമ്പോഴാണ്. സാധാരണ എല്ലാ വർഷവും ഇതുപോലെ കോപ്പിയടി വാർത്തകൾ ഇവിടെ ഉയർന്നു വരാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും അധികം കോപ്പിയടി വാർത്തകൾ വരുന്നത് ഈ സംഭാജി നഗറിൽ തന്നെയാണ്. കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് ഞാനൊന്ന് പരിശോധിക്കുകയായിരുന്നു. ഓരോ വർഷവും 2023 അത് 300-ലധികം കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ പകുതിയും സംഭാജി നഗറിൽ തന്നെ. സംസ്ഥാനത്തായ 2024 ആകുമ്പോഴേക്കും 450-ലേറെ കോപ്പിയടി സംഭവങ്ങൾ പിടിച്ച റിപ്പോർട്ടുകളുണ്ട്. അത് കഴിഞ്ഞ വർഷമാകുമ്പോഴേക്കും അത് 490-അടുത്ത് എത്തിയിട്ടുണ്ട്. അതിലും 200-ലധികം കേസുകളും റിപ്പോർട്ട് ചെയ്തത് സംഭാജി നഗറിലാണ്. ഈ ദൃശ്യങ്ങൾ തന്നെ പറയുന്നുണ്ട്, CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എത്ര വലിയ കോപ്പിയടിയാണ് ഈ പരീക്ഷാ ഹാളിൽ നടക്കുന്നതെന്ന്. കുട്ടികൾ പരസ്പരം ചോദിച്ചും നടന്നുമൊക്കെ പരീക്ഷ എഴുതുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പ് ഈ കോപ്പിയടി തടയാൻ വേണ്ടി ഡ്രോണുകളെയും മറ്റുമൊക്കെ രംഗത്തിറക്കിയ അങ്ങനെ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ ഉള്ളത്. അങ്ങനെ പറത്തിയ ഡ്രോണിലാണ് വീടിൽ നിന്നുള്ള കാഴ്ച. പരീക്ഷ പ്രഹസനമാക്കി എന്നാലും ഉറപ്പാണ്. ക്ലാസ് മുറിക്കകത്ത് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് രക്ഷിതാക്കളൊക്കെ കയറി ഇറങ്ങി അങ്ങനെയൊക്കെയുള്ള അതിന് പരീക്ഷ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.